പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. കാലബലത്താൽ അന്ധന്മാരും ദുഃഖിതന്മാരുമായ ദേവന്മാരോട് ഭഗവാൻ വിരിഞ്ചൻ അരുളി ചെയ്തു. ധീമാനായ ശ്രീ വാസുദേവൻ്റെയാണ് ലോകം മുഴുവൻ. ദേവൻ്റെ പത്നിയാണ് ഭൂമി. ഏതൊന്നിനും പ്രഭുവായിരിക്കുന്നതും മറ്റാരുമല്ല. കപിലരൂപധാരിയായിട്ടാണ് വസുധയെ സദാ ധരിച്ചുകൊണ്ടിരിക്കുന്നതും. ഭഗവാൻ ജനാർദ്ദനൻ്റെ കോപാഗ്നിയിൽ ശലഭങ്ങളായിത്തീരും സകരപുത്രന്മാർ ഭൂമിയെ പിളർക്കലും സകര തനയന്മാരുടെ ആയുസ്സില്ലായ്മയും കണ്ടിട്ടുള്ളത് തന്നെയാണ്. പിതാമഹൻ്റെ വാക്കുകൾ കേട്ട 33 ദേവന്മാരും അത്യധികം സസന്തോഷത്തോടുകൂടി സ്വർഗത്തിലേക്ക് പോയി. മഹാശക്തനായ സകരപുത്രന്മാർ പാർത്തലത്തെ പിളർക്കുമ്പോൾ ഇടിനാദം പോലെയുള്ള ശബ്ദങ്ങൾ ഉയർന്നിരുന്നു. ഇങ്ങനെ ഭൂമിയെ മുഴുവൻ കുഴിച്ച് വലത്തുവെച്ച് രാജകുമാരന്മാരെല്ലാം പിതൃസമീപത്തിൽ എത്തി. ഞങ്ങൾ മഞ്ഞിടമാകെ നടന്നു നോക്കി. കരുത്തന്മാരായ ദേവാസുര പിശാചുക്കളെയും ഉരക കിന്നരന്മാരെയും അരക്കന്മാരെയും കണ്ടവരെയെല്ലാം മുടിച്ചു. എന്നാൽ കുതിരയെയോ കള്ളനെയോ കണ്ടില്ല. എന്താണിനി ഞങ്ങൾ ചെയ്യേണ്ടത്? അവിടത്തേക്ക് മംഗളം ഭവിക്കട്ടെ. വേണ്ടത് ആജ്ഞാപിച്ചാലും. പുത്രന്മാരുടെ വാക്കുകൾ പിതാവിനെ കോപിഷ്ഠനാക്കി. കൺചുകന്ന നൃപസപ്തമൻ ഉഗ്രസ്വരത്തിൽ, ഓമന മക്കളെ, നിങ്ങൾക്ക് മംഗളമുണ്ടാകട്ടെ. ഭൂമി കുഴിച്ചു നോക്കുവിൻ. അശ്വത്തെ കവർന്നവനെ കണ്ടുപിടിച്ച് കൃതാർത്ഥരായി മടങ്ങുവിൻ. മഹാത്മാവായ പിതാവിൻ്റെ കൽപ്പന കേട്ട പുത്രന്മാർ 60,000 പാതാളത്തിലേക്ക് ഓടിയെത്തി വീണ്ടും കുഴിക്കുവാൻ തുടങ്ങിയപ്പോൾ വിരൂപാക്ഷൻ എന്നു പേരായ ദിഗ്ഗജം മഹീതലത്തെ താങ്ങി നിൽക്കുന്നതായി കണ്ടു. രഘുനന്ദന, മഹാരണ്യങ്ങളും മാമലകളുമുള്ള മേദിനിയെ വിരൂപാക്ഷൻ എന്ന മഹാഗജം ശിരസ്സുകൊണ്ട് താങ്ങി നിൽക്കുന്നു. ഒരേ നിലയിൽ അനേകകാലം താങ്ങുമ്പോൾ അല്പമൊരു വിശ്രാന്തിക്കായി ശിരോഭാഗം മാറ്റുക പതിവാണ്. അപ്പോൾ ഉണ്ടാക്കുന്ന അനക്കമാണ് ഭൂകമ്പമായി നമുക്ക് അനുഭവപ്പെടുന്നത്. ദിക്പാലകനായ ആ മഹാഗജത്തെ പ്രദക്ഷിണം വെച്ച് മാനിച്ച നൃപനന്ദനന്മാർ തെക്കേ ദിക്ക് വീണ്ടും കുഴിച്ച് പാതാളത്തിലേക്ക് പോയി. അവിടെയും ഒരു ആനയെ അവർ കണ്ട് അത്ഭുതപ്പെട്ടു. മാമലയ്ക്കൊത്ത ദേഹത്തോടു കൂടിയ ആ ദിഗ്ഗജത്തിൻ്റെ പേർ മഹാപത്മം എന്നാണ്. തല കൊണ്ട് ഭൂമിയെ താങ്ങി നിൽക്കുന്ന ആ വാരണവീരനെ സാഗരപുത്രന്മാർ 60,000 പേരും വലത്തുവെച്ച് തുടർന്ന് കുഴിച്ചത് പടിഞ്ഞാറു ഭാഗത്താണ്. പാർത്തലത്തെ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഹിമാലയ ഗിരിതുല്യനായ ആ ഗജത്തിൻ്റെ പേർ സൗമനസ് എന്നാണ്. ആ നാൽക്കൊമ്പനാനയെയും പ്രദക്ഷിണം വെച്ച് കുശലപ്രശ്നം ചെയ്ത് 60,000 പേരും പിന്നീട് വടക്കു ഭാഗം പിളർത്തുവാൻ തുടങ്ങി. അവിടെ ഭദ്രൻ എന്നു പേരായ വെള്ളി മാമലയ്ക്കൊത്ത ദിഗ്ഗജത്തെ കണ്ട് തൊട്ട് തലയിൽ വെച്ച് പ്രദക്ഷിണം ചെയ്ത് 60,000 പേരും പുറപ്പെട്ടു. അവനീ മണ്ഡലത്തെ വഹിച്ചു നിൽക്കുന്ന ദിഗ്ഗജങ്ങൾ അവർക്ക് അത്ഭുതം ഉളവാക്കി. പിതാവിൻ്റെ യജ്ഞാശ്വത്തെ കാണാതിരിയുന്ന അവർ ഈശാന കോണിലാണ് പിന്നീട് കുഴിക്കുവാൻ തുടങ്ങിയത്. അതിഭീമ വേഗത്തോടു കൂടിയ ആ മഹാശക്തന്മാർ അവിടെ അമേയനായ ശ്രീ കപിലവാസുദേവൻ ഇരിക്കുന്നത് കണ്ടു. അനശ്വരനായ ആ ദേവദേവന്റെ സമീപത്തിൽ അശ്വം മേഞ്ഞുകൊണ്ട് നിൽക്കുന്നു. കുതിരയെ കണ്ട് കൃതാർത്ഥരായ രാജകുമാരന്മാർ കള്ളനാണിരിക്കുന്നതെന്ന് വിചാരിച്ച് കോപാകുലരായി തീർന്നു. മാത്രമല്ല കരി, പാരക്കോൽ, വൃക്ഷക്കൊമ്പുകൾ, കരിമ്പാറകൾ എന്നിവയും എടുത്ത് നിൽക്കവിടെ എന്ന് അട്ടഹാസിച്ചാർത്തുകൊണ്ട് ദേവസമീപത്തിലേക്ക് അടുത്തു. എടാ ദുഷ്ടബുദ്ധിയായ മുനിവേഷധാരി, ഞങ്ങളുടെ ഈ ആകാശത്തെ കക്കുവാൻ നിനക്ക് തോന്നിയല്ലോ. മഹാരാജ സകരൻ്റെ പുത്രന്മാരാണ് ഈ ഞങ്ങൾ എന്നിങ്ങനെ അഹങ്കാരത്തോടെ പറഞ്ഞെടുക്കുന്ന അരജകുമാരന്മാരെ കണ്ട് ശ്രീ കപിലവാസുദേവൻ്റെ കടക്കണ്ണൊന്ന് പുകന്നു. ഒരൊറ്റ ഹുംകാരം മഹാവീര പരാക്രമികളും അത്യുത്സാഹികളുമായ 60,000 സകര തനയന്മാരെ ചാമ്പലാക്കി മാറ്റുവാൻ അതൊന്നു മാത്രം മതിയായിരുന്നു. അതിശക്തന്മാരായ അവർ നിന്നിരുന്ന സ്ഥലത്ത് വെണ്ണീർ മാത്രം കാണായി. ദിവസങ്ങൾ കുറെ കഴിഞ്ഞിട്ട് മക്കളാരും മടങ്ങി വരാത്തപ്പോൾ മന്നോർ മന്നവൻ തേജസ്സിനാൽ ജാജ്വല്യമാനായിരിക്കുന്ന സ്വപുത്രനോട്, വാത്സല്യനിധികളായ അംശുമാൻ, എല്ലാ വിദ്യകളും പഠിച്ചവനാണ് നീ. പൂർവികരായ മഹാത്മാക്കൾക്ക് തുല്യം വീരപരാക്രമിയായ നീ പിതാക്കന്മാരുടെ വർത്തമാനം എന്തെന്ന് അന്വേഷിക്കൂ. അശ്വത്തെയും അതിനെ കട്ടവനെയും കണ്ടുപിടിക്കുവാൻ ശ്രമിക്കൂ. ഭൂമധ്യത്തിലും ഉള്ളിലും വീരമഹത്വമുള്ള അനേകം ജീവികളുണ്ട്. ചിലപ്പോൾ അവയോട് നേരിടേണ്ടി വന്നേക്കാം. മൂർച്ചയേറിയ ഖഡ്ഗവും കുലച്ച കാർമവും
എടുത്ത് തയ്യാറായി പോകുക. വന്ദ്യന്മാരെ തൊഴുത് നമസ്കരിച്ചും എതിരിടുന്നവരെ നിർദ്ദയം വിജയിച്ചും കൃതാർത്ഥനായി മടങ്ങി വന്ന് യജ്ഞത്തെ അവസാനിപ്പിക്കൂ എന്ന് സ്നേഹത്തോടെ പറഞ്ഞു. മഹാത്മാവായ പിതാമഹനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. വില്ലും വാളുമെടുത്ത് അംശുമാൻ അതിവേഗം പോയി പിതാക്കന്മാർ കുഴിച്ചുണ്ടാക്കിയ ഗഹ്വരത്തിൽ ചെന്നു. നരവരനായ രാമ, ദേവന്മാർ, അസുരന്മാർ, രക്ഷസുകൾ, പിശാചുക്കൾ, പക്ഷികൾ, നാഗങ്ങൾ തുടങ്ങിയ എല്ലാവരും പൂജിക്കുന്ന ദിഗ്വജത്തിന് തേജസ്വിയാർന്ന രാജകുമാരൻ കണ്ടെത്തി. സവിനയം പ്രദക്ഷിണം വെച്ച് കുശലാദികൾ ചോദിച്ചതിനു ശേഷം പിതാക്കന്മാരെയും കുതിരയെയും കള്ളനെയും പറ്റി അന്വേഷിച്ചു. അംശുമാന്റെ ചോദ്യം കേട്ട ദിഗ്വജം സസന്തോഷം പറഞ്ഞു: അസമഗ്ന സുതനായക കുമാര, അശ്വത്തെ അതിവേഗത്തിൽ കൊണ്ടുപോയി നീ കൃതാർത്ഥനായി തീരും. അനുഗ്രഹത്തോടു കൂടിയ വാക്കുകൾ കേട്ട കുമാരൻ മറ്റുള്ള ദിഗ്വിജയങ്ങളെയും ക്രമത്തിൽ കണ്ട് ന്യായം അനുസരിച്ച് ചോദിച്ചു. എന്നാൽ വാക്യന്മാരും വാക്പാണികളുമായ ദിക്പാലക ഗജവര്യന്മാർ സന്തുഷ്ടരായി പറഞ്ഞത് ഒന്നു മാത്രം: കുമാര, കൃതാർത്ഥനായ നീ തുരകത്തെ കൊണ്ടുപോകും. മഹാശൂരനായ അംശുമാൻ പിതാക്കന്മാർ പോയ വഴിയിൽ കൂടി തന്നെ കപിലവാസുദേവൻ ഇരിക്കുന്ന സ്ഥലത്തെത്തി. പിതാക്കന്മാർ എല്ലാവരും ചാമ്പലായി കിടക്കുന്നത് കണ്ട കുമാരൻ ഏറ്റവും വ്യസനക്രാന്തനായി വാവിട്ട് കരയുക തന്നെ ചെയ്തു. സമീപത്തിൽ സ്വച്ഛന്തം മേയുന്ന കുതിരയുമുണ്ട്. ദേഹത്യാഗം ചെയ്ത പിതൃക്കൾക്ക് ഉദകദാനം ചെയ്യുവാൻ ആ രാജകേസരി ചുറ്റും നടന്നു നോക്കി. ഒരിടത്തും വെള്ളം കാണുന്നില്ല. സശ്രദ്ധം ചുറ്റും നോക്കിയപ്പോൾ ഖഗേന്ദ്രൻ ഗരുഡൻ ഇരിക്കുന്നത് കണ്ടു. പിതാക്കന്മാരുടെ മാതുലനും വായുവേഗനും അതിശക്തനും അഗ്നിതുല്യനുമായ വൈനതേയൻ അംശുമാനോട് പറഞ്ഞു: ഉണ്ണി, പുരുഷോത്തമനായ നീ വ്യസനിക്കരുത്. ലോകസമ്മതമാണ് ഈ വധം. ഏതൊരുവനും ചിന്തിക്കുവാൻ കൂടി കഴിയാത്ത പ്രഭാവമുള്ള കപിലവാസുദേവന്റെ കോപാഗ്നി ഇവരെ ഭസ്മമാക്കി. വിഘ്നനായ ഉണ്ണി, ഈ പ്രബലന്മാർക്ക് ലൗകിക ജലം ദാനം ചെയ്താൽ പോരാ. പുരുഷശ്രേഷ്ഠനായ കുമാര, ഹിമവാന്റെ സീമന്ത പുത്രിയായ ഗംഗാദേവിയുടെ പുണ്യോദകം വേണം ഇവർക്ക് മുക്തി സിദ്ധിക്കുവാൻ. സകല ലോക പാവനിയായ ഗംഗ ഈ ചാമ്പലിനെ മുക്കിയാൽ 60,000 പേരും സ്വർഗലോകം അണയും. വാനുലകിൽ നിന്ന് മഞ്ഞിടത്തിലേക്ക് ഗംഗാനദിയെ കൊണ്ടുവരുവാൻ ശക്തനാണെങ്കിൽ ശ്രമിക്കൂ. യാഗാശ്വത്തെ കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ. മുത്തച്ഛൻ്റെ യജ്ഞത്തെ ഹേ വീരകുമാര മുഴുവിപ്പിക്കൂ. വൈനതേയ വചനം കേട്ട രാജനന്ദനൻ അനശ്വര യശസ്വിയും അതിപരാക്രമിയുമായ അംശുമാൻ തുരകത്തെയും കൊണ്ട് പിതാമഹ സമീപത്തിൽ എത്തി. ഗരുഡൻ അരുളി ചെയ്തതെല്ലാം അറിയിച്ചു. കൊടും വാർത്തകൾ അറിഞ്ഞ സകര ഭൂപതി വിധിക്കനുസരിച്ച് തന്നെ യാഗം മുഴുവിപ്പിച്ചു. അരമന പൂകി. സ്വർഗവാസിനിയായ ഗംഗാനദിയെ താഴത്തേക്ക് എത്തിക്കുവാൻ യാതൊരു വഴിയും തോന്നാതെ വിഷമിച്ചു. 30,000 വർഷങ്ങൾ നാടുഭരിച്ച മഹാനായ നൃപേന്ദ്രൻ വാനുലകം പൂകി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.